Hi, hello friends, welcome back to our channel 2020 at 2025. ഞാൻ പാർവതി. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പതിപോലെ രേണുസുധിയുടെ ഒരു ഇന്റർവ്യൂ കണ്ടിട്ട് അവർ കുറച്ച് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്താൻ കൂടിയിട്ടാണ്. എനിക്ക് പേഴ്സണലി ഇനി രേണുസുധിയുടെ ഒരു വീഡിയോ ചെയ്യണില്ല, കാരണം ഞാൻ അവരെ അത്രയ്ക്ക് വെറുത്തും മടുത്തും പോയി. നേരത്തെയൊക്കെ എനിക്ക് രേണുസുധി ഫെയിമിലോട്ട് വരുന്ന സമയത്ത് എനിക്ക് അവരോട് ഒരുപാട് അനുകമ്പ ഉണ്ടായിരുന്നു, അവരെ ഒരുപാട് ഇഷ്ടവുമായിരുന്നു. ശാരികയുടെ ഒക്കെ ഇന്റർവ്യൂ കണ്ടപ്പോഴത്തേക്ക് അവരെ അതുപോലെ ഇട്ട് അതിനകത്ത് അപമാനിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ശാരികയുടെ ചാനലിന്റെ അടിയിൽ വന്നിട്ട് ഞാൻ കമന്റ് ഒക്കെ ഇട്ടിരുന്നു, രേണുസുധി വെറുതെ വിട്, അവരെന്തിനാണ് ഇങ്ങനെയിട്ട് നിങ്ങൾ അപമാനിക്കുന്നത്, അവരൊരു സ്ത്രീ അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനൊക്കെ ഒത്തിരി കമന്റ് ചെയ്ത് ഞാൻ അവരെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഉള്ള വ്യക്തിയാണ്. പക്ഷെ പിന്നീട് വരുന്ന സമയത്ത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ രേണുസുധി നെഗറ്റീവ് ഇത് വാങ്ങിച്ച് കൂട്ടി അവർക്ക് തന്നെ ഒരു അഹങ്കാരം അവര് സ്വയമായിട്ട് സൃഷ്ടിച്ചെടുത്തു. അങ്ങനെ ആ ഒരു അഹങ്കാരത്തിൽ നിന്ന് ഞാൻ ഈ അഹങ്കാരത്തിന്റെ മുകളിൽ നിൽക്കുന്ന റാണിയാണെന്ന് നമ്മളെ കാണിച്ചത് കൊണ്ട് അവരുടെ വായിന്ന് വീഴുന്ന ഓരോരോ വാക്കുകളിലൂടെയും അവർ കാണിക്കുന്ന ഓരോ ചേഷ്ടകളിലൂടെയും പിന്നീട് അവരോടുള്ള ഒരു ഇഷ്ടം എനിക്ക് പതുക്കെ കുറഞ്ഞ് ഇപ്പൊ അവരുടെ ക്യാരക്ടറിനോട് എനിക്ക് ഒരു അനുകമ്പയോ യാതൊരുവിധ ഫീലിങ്സോ ഇഷ്ടമോ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഞാൻ ഈ വീഡിയോ എടുക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം അവര് രേണുസുധി അവരുടെ ചാനലിലൂടെ വന്നിട്ട് തന്റെ മകനെ, അതായത് 5 വയസ്സുള്ള ഋതപ്പൻ എന്ന് വിളിക്കുന്ന അവരുടെ മകനെ പറ്റി ഒരു സംസാരമുണ്ടായി. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പൻ. ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തോ. നിങ്ങൾ എന്നെ പറയുന്നത്, എന്റെ പപ്പായെ പറയുന്നത്, അമ്മയെ പറയുന്നത്, നിങ്ങൾ ഏറ്റെടുത്തോന്നേ. മനസ്സിലായി, ഉത്തരവാദിത്തപ്പെട്ടവർ ഏറ്റെടുത്തോ. കാരണം നിങ്ങൾ പറയുന്ന, ഞാനൊരു കാര്യം ചോദിച്ചു, ആ കുഞ്ഞിനെ ഇവിടെ തന്നെ ഈ വീട്ടിൽ അങ്ങനെ നിർത്താൻ പറ്റും? ഞങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട്, ഞങ്ങൾ അഭയാർത്ഥികൾ, എൻ്റെ വീട്ടുകാർ ഇവിടെ കിടക്കുന്നത്. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? പറയുന്നതിനൊരു മാന്യത വേണം. അതായത് അമ്മയായ തനിക്ക് നോക്കാനൊന്നും പറ്റത്തില്ല, നിങ്ങൾ ഏറ്റെടുത്തു, ഈ പറയുന്ന നാട്ടുകാരങ്ങ് ഏറ്റെടുത്തു. എനിക്കൊന്നും ഈ കൊച്ചിനെ ഒന്നും നോക്കാനൊന്നും പറ്റത്തില്ല. വളരെ പുച്ഛത്തോടെ, അതായത് സ്വന്തം കൊച്ചിനെ അവര് പ്രസവിച്ചെന്ന് പറയുന്നു. ഇനി അതോ മാനത്തുനിന്ന് പൊട്ടി വീണോന്നും അറിയത്തില്ല. അവരുടെ സംസാരം കേട്ടിട്ട് ആ കൊച്ചുകളുടെ മാനത്തുനിന്ന് പൊട്ടി വീണത് പോലെ അല്ല, ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടായ പോലെയൊക്കെയാണ് തോന്നിയത്. അത് രേണുവിന്റെ ആണോ അങ്ങനെ ഒരു അമ്മ സംസാരിക്കും? പ്രത്യേകിച്ച് ഒരു അച്ഛൻ ഇല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരമ്മയും അങ്ങനെ സംസാരിക്കുന്നത് കേൾക്കുന്നത്. നാഴിക്ക് 40 വട്ടം എന്റെ കുഞ്ഞിനെ നോക്കാൻ, ഞാൻ ആൽബം ചെയ്യുന്നു, അതും ചെയ്യുന്നു, ഇത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് നടന്നു വെച്ച് ഇപ്പൊ ഇവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഇവർ ആൽബം ചെയ്യാൻ പോകുന്നതും കോമാളിത്തരവും കോപ്രായവും കാണിക്കുന്നത് അവരുടെ ഒരു പേഴ്സണൽ സുഖത്തിന് വേണ്ടിയിട്ടും അവരുടെ ഒരു പേഴ്സണൽ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അല്ലാതെ ഈ കൊച്ചിനെ നോക്കണം, ഫാമിലി നോക്കണം എന്ന് പറഞ്ഞൊരു ഒരു ആ ഒരു കൺസെപ്റ്റിലൂടെ ഒന്നും അല്ല അവര് പോകുന്നത്. നമുക്ക് ഇവർ ഈ പറച്ചിലും കൊണ്ട് ഇഷ്ടമാണ്. അവർ ഏതോ ഒരു യാന്ത്രികമായ ലോകത്താണ് ജീവിക്കുന്നത്. ഇതാണ് സുഖം, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്, ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിക്കാൻ ആഗ്രഹിച്ചത്, അതിൽ എനിക്ക് ഈ കൊച്ചിനെ ഒന്നും ചുമന്നു നടക്കാൻ പറ്റത്തില്ല, ഞാനിപ്പം യങ്ങാണ്, ഏതാണ്ട് ഒരു 18-19 വയസ്സുള്ള പിള്ളേരുടെ തരമുള്ള യങ്ങാണ്, ഞാൻ ഇനി അടിച്ചു പൊളിക്കേണ്ട പ്രായമാണ്, എന്നിട്ട് കോളേജ് ടീനേജ് പിള്ളേർ നടക്കുന്ന പോലെയാണ് ഇനി ഞാൻ നടക്കേണ്ടത്, അതിൻ്റെ ഇടയിൽ എനിക്ക് ഈ കൊച്ചൊരു ഭാരമാകും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. നേരത്തെ തൊട്ടേ ഇവരുടെ ഇന്റർവ്യൂ കാണുമ്പോഴത്തേക്ക് ഞാൻ ഏതൊക്കെ ഇന്റർവ്യൂവിൽ കമന്റ്സിൽ ഇട്ടിരുന്നു, പതുക്കെ വരുമ്പോൾ നിങ്ങൾ കണ്ടോളൂ, ഈ കൊച്ചിനെ ഇവർ തള്ളി പറയുമെന്ന്. കാരണം അവരുടെ പോക്ക് ആ ട്രാക്കിലോട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ഈ തുള്ളിച്ചാടി നടക്കുമ്പോൾ ഈ കൊച്ചൊരു ഭാരമാണ്, ഇതിനെ നോക്കാൻ ഇടയ്ക്കെങ്കിലും വീട്ടിൽ കയറി വരണം. വീട്ടിലൊന്നും കയറുന്നില്ലെന്നൊക്കെയാണ് ഇവർ തന്നെ പറയുന്നത്. എന്തുവാണോ അറിയത്തില്ല. മോഹൻലാലിനും മമ്മൂട്ടിക്കും ആസിഫ് അലിക്കും അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ വരെ ഡെയിലി ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ കയറുന്നുണ്ട്. 365 ദിവസവും ഷൂട്ടിംഗ് ഉള്ള വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ. എന്നിട്ട് കൂടി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലോട്ട് ചെല്ലുമ്പം അമ്മയോട് ചോറെടുത്ത് വെക്കാൻ പറഞ്ഞു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും വലിയ തിരക്കാണ് ഈ രേണുസുധിക്ക്. അതെന്തെങ്കിലും ആട്ടെ. പക്ഷെ എന്താന്ന് വെച്ചാലും രേണുസുധി നീ ഇപ്പൊ പറഞ്ഞത് വളരെ മോശമായി പോയി. രേണുസുധി മാത്രമല്ല, അതിനെ ചുക്കാൻ പിടിച്ചുകൊണ്ട് അവർ അച്ഛൻ തങ്കച്ചൻ, അയാളാണ് ഈ പെണ്ണിനെ ഇങ്ങനെ ഈ കോലത്തിലാക്കുന്നത്. ഇയാളിങ്ങനെ സപ്പോർട്ട് ചെയ്താണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആക്കുന്നത്. പൈസ മാത്രം മതി, പൈസ. ആ കൊച്ചിന്റെ ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടാൽ തന്നെ അറിയാം. ഇന്റർവ്യൂവിനൊക്കെ അവർ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് രേണുസുധി ഓക്കെയാണ്, നല്ല ടിപ് ടോപ്പിലൊക്കെയാണ്. പക്ഷെ ആ കൊച്ചിന് എന്താണ് ഒരു വൃത്തിയില്ലാത്ത പോലെ, അങ്ങനെ എന്തൊക്കെ രീതിയിലൊക്കെയാണ് അതിനെ ഒരു നല്ല മാന്യമായിട്ടുള്ള ഡ്രസ്സോ നല്ല ടിപ് ടോപ്പ് ആയിട്ടൊന്നും ഒരിക്കലും ആ കൊച്ചിനെ കണ്ടിട്ടില്ല. പിന്നെ വേറൊരു ഇന്റർവ്യൂവിൽ ആ കൊച്ചിന്റെ പെടലിയിൽ ഇങ്ങനെ പുറകില് എന്താ പ്രാണി കടിച്ചെന്ന് രേണു പറയുന്നുണ്ട്. അപ്പൊ അതെന്ത് പറ്റി രേണു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു അമ്മയാണ്, അറിയത്തില്ല. അപ്പത്തേക്ക് അടുത്തിരിക്കുന്ന രേണുവിന്റെ അമ്മയോട് രേണു ചോദിക്കണം, ഇതെന്നാ പറ്റിയ അമ്മ, പ്രാണി എന്തോ കടിച്ചതാണോ, എന്താ പറ്റിയത്? കാരണം ആ വീട്ടിലോട്ട് വന്നിട്ട് അത്ര നേരമായിട്ടും അവർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. പിന്നീട് അവർ ആ അമ്മയോട് ചോദിച്ചിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അവർ അമ്മ പറയുന്നുണ്ട് ആശുപത്രി പോയി കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ. എന്തുവാണെന്ന് അറിയത്തില്ല ആ കൊച്ചിന്റെ കാര്യം. പിന്നെ എന്നാ പറയുന്നത്, ഞാൻ കിടക്കുന്ന മുറി ചോരുന്നില്ല, ഋതപ്പന്റെ മുറി ചോരുന്നുണ്ട്. അപ്പൊ ഒന്ന് മനസ്സിലാക്കണം, ഇത്രയും ദിവസം ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് മാറി നിൽക്കുന്ന ഒരു അമ്മ. അപ്പൊ
അപ്പൊ ആ അമ്മയ്ക്ക് അത് ഹസ്ബൻഡും കൂടെ ഇല്ല. അപ്പം അങ്ങനെ ഒരു സ്ത്രീക്ക് തന്റെ മക്കളായിരിക്കും ഏറ്റവും പ്രിയപ്പെട്ടവർ. അവരുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് കുറച്ചു നേരം അവരുടെ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വരുമ്പോൾ ഏതൊരു അമ്മയ്ക്കും എന്റെ മകൻ എന്റെ കൂടെ വേണം കിടക്കാൻ. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ്. എന്റെ പിള്ളേർ എന്റെ അടുത്തുനിന്ന് മാറി കിടക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇടയ്ക്കൊക്കെ എന്റെ മക്കള് അവർ അച്ഛമ്മയുടെ ഒക്കെ കൂടെ പോയി കിടക്കാറുണ്ട്. അപ്പോഴത്തേക്ക് എനിക്ക് കിടന്ന് ഉറക്കം വരത്തില്ല. കാരണം എന്റെ കുഞ്ഞുങ്ങൾ എന്റെ കൂടെ കിടന്നാലേ നമുക്ക് ആ ഒരു സുഖം കിട്ടുകയുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് വളരെയധികം വിഷമം തോന്നുന്നുണ്ട്. എന്തായാലും ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, രേണുസുതി ആ കൊച്ചിനെ മുന്നോട്ട് നോക്കാൻ പോകുന്നില്ല. നോക്കിയാൽ തന്നെ അത് എന്താ ഔദാര്യം പോലെ ആ കൊച്ചിന് അവിടെ ജീവിക്കേണ്ടി വരും. വേണ്ട പരിഗണനയൊന്നും കിട്ടിയെന്ന് വരത്തില്ല. അതിന് നല്ലത് ഈ രേണുസുതി ആ കൊച്ചിനെ കിച്ചുവിനെ ഏൽപ്പിക്കുന്നതാണ്. ആ കിച്ചുവിനെ അതിനെ പൊന്നു പോലെ നോക്കും. ഇപ്പൊ അത് പഠിത്തവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അങ്ങനെ പോകുന്നു. എന്തെങ്കിലും ആട്ടെ. പക്ഷെ എന്താണെങ്കിലും ഇത് കർമ്മ എന്ന് പറഞ്ഞൊരു ഫലമുണ്ട്. താൻ ചെയ്യുന്ന കർമ്മം താൻ തന്നെ അനുഭവിക്കണം. അതിന്റെ ഭാഗമായിട്ട് ഇപ്പം വിഷ്ണു എന്ന് പറഞ്ഞ ഒരു വ്ളോഗർ, യൂട്യൂബർ മുഖ്യമന്ത്രിക്ക് പരാതി പോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു പരാമർശം കണ്ടു. ചൈൽഡ് ലൈൻ നേരിട്ട് കേസ് എടുത്തില്ലാത്ത പശ്ചാത്തലത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന്റെ പുലിവാലായിരിക്കും അങ്ങേയറ്റത്തും. ബിഗ് ബോസിൽ പോകാൻ പറ്റുമോന്നൊന്നും അറിയത്തില്ല. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ മിക്കവാറും ബിഗ് ബോസിൽ കയറുക തന്നെ ചെയ്യും. പിന്നീട് നാട്ടുകാർ കൊണ്ടുപോയി നോക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാമർശം നടത്തിയത്. എന്തായാലും ഇത്ര നേരമായിട്ട് നമ്മുടെ ബാലാവകാശ കമ്മീഷൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാൽ ഞാൻ അവർക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊന്നുമല്ല, നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഞാൻ ഇമെയിൽ മുഖാന്തരം ഒരു പരാതി അയച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇന്റർവ്യൂവിൽ സുധിച്ചേട്ടന്റെ സുഹൃത്ത് നമ്മുടെ കിച്ചുവിനെ നേരിട്ട് ഫോണിൽ വിളിക്കുന്നുണ്ട്. അതിൽ നിന്ന് അവനെല്ലാം സമ്മതിക്കുന്നുണ്ട്. രേണു നീ നല്ലൊരു അമ്മയല്ലെന്ന് അവന്റെ വാക്കിൽ നിന്ന് വ്യക്തമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ കിച്ചുവിനെ ആണെങ്കിൽ നീ ഒരുപാട് കുറ്റം പറഞ്ഞൊക്കെ നടക്കുന്നുണ്ട്. കിച്ചുവിന് വേണ്ടത്ര പരിഗണന നീ ഈ ഒരു ക്യാമറയുടെ മുന്നിൽ വരുമ്പോഴത്തേക്ക് കിച്ചു മോനെ എന്നൊക്കെ പറഞ്ഞ് ഒലിപ്പിക്കുന്നുണ്ട്. നിന്റെ ഈ സ്വഭാവം കൊണ്ടാന്ന് തോന്നുന്നു ആ കൊച്ചു കൊല്ലത്ത് പോയിരുന്ന് പഠിക്കുന്നത്. അതിൽ നിന്ന് മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് അത് മനഃപൂർവ്വം മാറി നിൽക്കുന്നതാണ്. അതൊന്ന് അറിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ കിച്ചു നീ അല്ല സോറി രേണു നീ ഒന്നുമല്ല. അതൊന്ന് അറിഞ്ഞിറങ്ങി കഴിഞ്ഞാൽ അതിനൊരു മാന്യതയും ബഹുമാനവും ഒക്കെ കൊടുക്കുന്നതുകൊണ്ടാണ്, നിനക്ക് തരുന്നതുകൊണ്ടാണ് നീ ഇപ്പോഴും സേഫ് സോണിൽ നിൽക്കുന്നത്. അതൊന്ന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ രേഷ്മ നീ സീറോ ആയിപ്പോവും. രേഷ്മയും തങ്കച്ചനും സീറോ ആയിപ്പോവും. അതൊന്ന് ഓർത്തിരിക്കുക. ആന്ധ്രാപ്രദേശില് ആ മോനെ ഞാൻ എന്നെ പിന്നെ പപ്പായ്ക്ക് എന്നെ പിടിച്ചിട്ടുള്ള കാര്യം ഉണ്ടായിരുന്നു മോനെ. ഓർത്ത് വയ്ക്കും. അല്ല മോനെ ഞാൻ മോനെ അറിയാലോ, ഞാൻ മാമൻ സഹായിച്ചിട്ടുണ്ടോ ഇല്ലയോ? ആ സഹായിച്ചു എന്നെ സാറിനെ വിളിച്ച് പപ്പ എന്നെ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് മോനെ ഓർത്ത് വയ്ക്കും. എനിക്ക് ഭയങ്കര രസമായിട്ട് പോണേ. കാരണം ഞാൻ നിന്നെ തൊട്ടിൽ കെട്ടിട്ടുള്ള നിന്നെ അറിയാമോ? പിന്നെ അതുപോലെ ഇളയത് ഇങ്ങനെയാണെങ്കിലും ഞാൻ ഇപ്പൊ എത്ര ആൾക്കാരെന്ന് എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്, സഹായം ചെയ്തവരും ചെയ്യാണ്ടിരിക്കുന്നവരൊക്കെ വിളിച്ചിട്ട് പറയും നമ്മൾ എന്തിനാ ഇങ്ങനെയൊക്കെ. ശരി ഞാൻ വീട് ചോദിച്ചു മോനെ തോന്നിട്ടുണ്ടോ? മോനെ നിനക്ക് വേണ്ടി പറഞ്ഞു അവന്റെ പെണ്ണ് മോനെ വേണ്ടി പറഞ്ഞു. മോനെ അവിടെ നിൽക്കണം. മോനെ ഇപ്പൊ പഠിത്തം കഴിഞ്ഞോ? പഠിത്തം കഴിഞ്ഞ് മോനെ അവിടെ നിൽക്കണം. മോനെ അനിയന് വേണ്ടി പറഞ്ഞു വിടാം. ഇപ്പൊ എനിക്ക് ആരും ഇല്ലാത്തവരായിട്ട് തോന്നുന്നത് മോനെയാണ്. മോനെ അത്ര വലിയ അമ്മയില്ല. അവിടെ എനിക്ക് മോനെ പ്രദോഷിച്ചിട്ടില്ലേ? ഈ മോനെ പറ്റി എന്തൊക്കെ ഇവർ പറഞ്ഞു എന്റെ ഉള്ളിൽ കിടപ്പുണ്ട് മൊത്തം മോൻ അറിയാമല്ലോ. മോനെ പറ്റി എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. നീ ബൈക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തൊക്കെ പറ്റി പറയുന്നത് എനിക്കറിയാം. നീ കാർ എടുത്തുകൊണ്ട് പോകുമ്പോൾ എന്തൊക്കെ പറ്റിയെന്ന് എനിക്കറിയാം. നിനക്ക് 500 രൂപ വരുമ്പോൾ എന്തൊക്കെ പറഞ്ഞ എനിക്കറിയാം. എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. ഞാൻ മണ്ണ് പറഞ്ഞു മുടി വെട്ടി വെക്കുന്ന പറഞ്ഞില്ലയോ? അതെനിക്ക് എന്തോ ഇഷ്ടമാണ് കൊണ്ട് പറയുന്നത്. നല്ല പഠിക്കണം കേട്ടോ. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മോൻ എന്നെ വിളിക്കണം. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. പഠിക്കുന്ന കാര്യത്തിന് വേണ്ടി. ഓക്കെ മോനെ. ഓക്കെ അസുഖാദിക്കുന്നു മോനെ. അല്ല ആ മോൻ പറയണ്ട എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇത്രേ ഉള്ളൂ. പിന്നെ നിന്നെ ഉപദേശിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയാം. പിന്നെ ഒരു വീഡിയോ ഒന്നും ചെയ്യണമെന്ന് ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നതല്ല. പിന്നെ എങ്ങനെ പറയാതിരിക്കുന്നു വിചാരിച്ചിട്ട് പറഞ്ഞാണ്. ഇനിയെല്ലാം നിർത്ത്. അവര് ഫിറോസിക്കയൊക്കെ വന്ന് മാപ്പ് വരെ പറഞ്ഞില്ലേ. ഇനിയൊക്കെ നിർത്ത്. അഹങ്കാരമാവാൻ കുറച്ചൊക്കെ പരിധി വിടരുത്. പരിധി കിട്ടും, വിടാനൊന്നും ഇല്ല. എന്നാലും നീ നിന്റെ അപ്പനും ഒക്കെ ആഗ്രഹിച്ച പോലെ അദ്ദേഹം വന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് മാപ്പ് പറഞ്ഞു. അതുപോലെ തന്നെ കുറച്ചെങ്കിലും ഒരു മനസാക്ഷിയൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തിരിച്ചും ഒരു മാപ്പൊക്കെ ആവാം. മാപ്പ് പറയത്തില്ല എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. തിരിച്ചും ഫിറോസിക്കായോട് ചെയ്തതിനൊരു ചെറിയൊരു മാപ്പൊക്കെ പറയുവാണെങ്കിൽ വലിയ കുഴപ്പമില്ല. പറയത്തില്ല. അപ്പം ഗൈസ് വെറുതെ വീഡിയോ ഒന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നും ഇല്ലെന്നറിയാം. ഇപ്പൊ 2-3 കാരണങ്ങൾ കൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത്. അതായത് റിതപ്പനെ ഇതുപോലെ അവര് നോക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഫിറോസിക്കയുടെ മാപ്പ് പറച്ചില്, പിന്നെ ഇൻഷുറൻസിന്റെ കാര്യത്തില്, പിന്നെ ഇവരുടെ ഓരോരോ ഇത് കാണുമ്പോഴത്തേക്ക് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ. താങ്ക് യു.